അബി അപകടത്തിലാണെന്ന് സതീഷിന്റെ കോൾ വന്നതും പല്ലവി ഒന്നും ആലോചിക്കാതെ വേഗം ഇറങ്ങി. അതിനിടയിൽ അവൾ അബിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ പ്രൊജക്റ്റിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാം എന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത്. ഒന്നിനൊരു മൂഡില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പുതിയൊരു പ്രശ്നം വന്നത്. അവൾ വേഗം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഫോണിലേക്കൊരു മെസ്സേജ് വന്നു. അരമണിക്കൂറിനുള്ളിൽ നിങ്ങളിവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ അബിയുടെ അവസ്ഥയ്ക്ക് നിങ്ങൾ തന്നെയായിരിക്കും ഉത്തരവാദി. ആ മെസ്സേജ് വായിച്ചപ്പോൾ പല്ലവിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. സതീഷ്, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ആ പ്രൊജക്ടിനും ടീമിനും വേണ്ടി നീ ഇത്ര തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. ഇതെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ വേഗം പോയി. ഒരു ടാക്സിയിൽ കയറി അവൾ ഗോൾഡൻ ക്ലബിലെത്തി. അവൾ വേഗം അകത്തേക്ക് കടന്നു. എന്നിട്ട് സതീഷിന്റെ നമ്പറിലേക്ക് വിളിച്ചു. അബിയോടെ, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നീ നേരെ മുന്നിലുള്ള പ്രൈവറ്റ് റൂമിലേക്ക് വാ, അബി ഇവിടെ ഉണ്ട്. സതീഷിന്റെ വാക്കുകൾ കേട്ടതും അവൾ വേഗം അവിടേക്ക് ചെന്നു. പല്ലവി പ്രൈവറ്റ് മുറിയുടെ വാതിൽ തുറന്നപ്പോൾ സതീഷ് കയ്യിലൊരു ഗ്ലാസുമായി സുഖമായിരിക്കുന്നത് കണ്ടു. അവളെ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. പല്ലവി ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, അബിയോടെ, നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? എന്നാൽ സതീഷ് അവൾ പറയുന്നൊന്നും കേൾക്കാത്ത മട്ടിൽ പറഞ്ഞു, ആദ്യം നീ ഇവിടെ ഇരിക്കേ. അവൻ പറയുന്നൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പോൾ പല്ലവി. എങ്കിലും അവൾ നന്നെ ക്ഷീണിച്ചിരുന്നതിനാൽ അവിടെയിരുന്നു. എന്തൊക്കെയാണെങ്കിലും സതീഷ് തന്റെ സഹോദരനാണെന്നതുകൊണ്ട് അവൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴവൻ ടേബിളിൽ വെച്ചിരുന്ന കുപ്പിയിൽ നിന്ന് ഒരു പിങ്ക് നിറത്തിലുള്ള ജ്യൂസ് ഗ്ലാസ്സിലാക്കി പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവൾ അവനോട് പറഞ്ഞു, വേഗം കാര്യം എന്താണെന്ന് പറ. സതീഷ് പുഞ്ചിരിയോടെ പല്ലവിയോട് പറഞ്ഞു, പല്ലവി, നമ്മൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നിന്റെ സഹോദരനാണ്. നിനക്കെന്നോട് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുന്നില്ലേ? എന്നാൽ പല്ലവി ഇതിനൊന്നും പ്രതികരിക്കാൻ നിൽക്കാതെ സംശയത്തോടെ സതീഷിനെ നോക്കാൻ തുടങ്ങി. എപ്പോൾ മുതലാണ് ഇവൻ ഇത്ര മര്യാദക്കാരനായി മാറിയത് എന്നാണ് അവൾ ചിന്തിച്ചത്. വർഷങ്ങൾക്കു ശേഷം ഇതാദ്യമായാണ് സതീഷ് പല്ലവിയോട് ഇത്ര സൗമ്യമായി പെരുമാറുന്നത് കാണുന്നത്. അതുകൊണ്ടാണ് അവളുടെ ഉള്ളിൽ സംശയം തോന്നിയത്. സതീഷ് തുടർന്നു, നോക്കു പല്ലവി, എനിക്ക് നിന്നോടൊരു പ്രശ്നവുമില്ല. പക്ഷെ അബിയോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. ഓഫീസിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ നിന്നാണ് അവൻ എന്നെ തല്ലിയത്. അതുകൊണ്ട് നിനക്കിപ്പോ എന്താ വേണ്ടത്? പല്ലവി ഇടയിൽ കയറി ചോദിച്ചു. അപ്പോൾ സതീഷ് അവന്റെ കയ്യിലുള്ള ഡ്രിങ്ക്സ് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി അബിയെ നീ കൺട്രോൾ ചെയ്യണം. അവൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പഴയതൊക്കെ മറക്കാം. നമ്മുടെ കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നല്ലതിനല്ല. അത് നമ്മുടെ ബിസിനസ്സിനെ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ അബിയെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി മുതൽ ഇങ്ങനെയൊന്നും പരസ്പരം ഉണ്ടാവരുത്. പല്ലവി അവന്റെ സംസാരം കേട്ട് ആ ജ്യൂസ് വാങ്ങി മെല്ലെ കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരി, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് ഞാൻ അബിയോട് പറയും. പക്ഷേ ഇനി നീയും അവനെ അപമാനിക്കാൻ ശ്രമിക്കരുത്. ഇന്ന് ഓഫീസിന്റെ പുറത്തുണ്ടായതെല്ലാം നിന്റെ മാത്രം തെറ്റാണ്. പല്ലവി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരജ്ഞാതൻ അവളുടെ മുന്നിൽ വന്നു നിന്നു. അത് മഹേശ്വറായിരുന്നു. അയാൾ പറഞ്ഞു, ഈ ജ്യൂസ് എങ്ങനെയുണ്ട്, കൊള്ളാമോ? അയാളുടെ മുഖത്തെ മുറിവ് കണ്ട് പല്ലവിക്ക് പേടി തോന്നി. എന്നാൽ അവൾ തന്റെ പരിഭ്രമം മറച്ചുവെച്ചുകൊണ്ട് സതീഷിനോട് ചോദിച്ചു, ഇതാരാ സതീഷേ? സതീഷ് അത്ര നല്ലവനല്ലെന്ന് പല്ലവിക്ക് അറിയാമെങ്കിലും സ്വന്തം കസിനെന്നൊരു പരിഗണന അവൾക്കെപ്പോഴും അയാളോടുണ്ടായിരുന്നു. അതിനാൽ അവളുടെ മനസ്സ് പറഞ്ഞ പോലെ മോശമൊന്നും സംഭവിക്കില്ല എന്നവൾ ചിന്തിച്ചു. എന്നാൽ സതീഷ് എഴുന്നേറ്റ് ഒരു കുസൃതി ചിരിയോടെ പല്ലവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പല്ലവി, ഇത് ഞാൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ ആളാണ്. ഇവൻ അബിയേക്കാൾ മികച്ചവനാണ്. നിന്നെ അവൻ നന്നായി തൃപ്തിപ്പെടുത്തും. സതീഷിന്റെ വാക്കുകൾ മനസ്സിലായ പല്ലവി ആകെ പേടിച്ചു. താൻ ഇവരുടെ പിടിയിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് അവൾ അപ്പോൾ മനസ്സിലാക്കി. എങ്കിലും അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെങ്ങനെ കൊടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതും പറഞ്ഞ് പല്ലവി എഴുന്നേറ്റ് സതീഷിന്റെ കോളറിൽ പിടിക്കാൻ ഒരുങ്ങി. എന്നാൽ അവൾക്ക് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നിയിട്ട് സോഫയിലേക്ക് തന്നെ കിടന്നു. എന്നാലും അവൾ പറഞ്ഞൊപ്പിച്ചു, എന്നോടിങ്ങനെ ചെയ്യാൻ നിനക്കെങ്ങനെ തോന്നി? മുത്തശ്ശൻ എങ്ങാനും അറിഞ്ഞാ പിന്നെ നിന്റെ ജീവൻ എടുക്കും. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോ പ്ലീസ്. ധൈര്യത്തോടെ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനമായപ്പോഴേക്കും അവൾ കരയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ സതീഷോ മഹേശ്വറോ അവൾ പറയുന്നൊന്നും കേൾക്കാൻ നിന്നില്ല. അവൾ കുടിച്ച ജ്യൂസിൽ അവർ കലർത്തിയ മരുന്ന് അപ്പോഴേക്കും പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. പല്ലവിക്ക് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. അവളുടെ അവസ്ഥ കണ്ട് രണ്ടുപേരും ചിരിച്ചു. സതീഷ് അവിടെ നിന്നും നേരെ പുറത്തേക്ക് നടന്നു. അവൻ വാതിലിനടുത്തെത്തി തിരിഞ്ഞുകൊണ്ട് മഹേശ്വരനോട് പറഞ്ഞു, ബൈ, അപ്പോ ഓക്കെ, ഞാൻ പോട്ടെ, എൻജോയ്, ഓൾ ദ ബെസ്റ്റ്. അതും പറഞ്ഞ് സതീഷ് പുറത്തേക്ക് പോയി. അപ്പോൾ മഹേശ്വർ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ഓ മൈ ഡാർലിംഗ്. പല്ലവിക്ക് ബോധം മറയുന്നതുകൊണ്ട് ഒന്നും ശരിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാൾ അടുത്തേക്ക് വരുന്നത് അവൾ വ്യക്തമായി അറിയുന്നുണ്ടായിരുന്നു. മറുവശത്ത് അബി
ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേയുള്ളൂ. അവൻ ആലോചിച്ചു, ഇന്ന് പല്ലവി വീട്ടിലുണ്ട്. വേഗം പോയി അവൾക്കുള്ള ഭക്ഷണം പാകം ചെയ്യാം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും സന്തോഷം. ഇങ്ങനെയെല്ലാം മനസ്സിൽ ചിന്തിച്ച് അവൻ പാർക്കിങ്ങിൽ നിന്നും ബൈക്കെടുത്ത് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. കുറച്ചു നേരമായി അവന്റെ മനസ്സിൽ ഒരു ചെറിയ അസ്വസ്ഥത പോലെ തോന്നിയിരുന്നു. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലെ. എന്നാൽ അവൻ അതൊന്നും കാര്യമാക്കാതെ വേഗം വീട്ടിലേക്ക് പോയി. വഴിയിൽ വെച്ച് അബി ഒരു സിഗ്നലിൽ നിർത്തിയപ്പോൾ സതീഷ് ഒരു ബാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു. അവന്റെ മുഖത്ത് വലിയ സന്തോഷം കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അബി മനസ്സിലാലോചിച്ചു, ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നതിന് ശേഷം ഇവന്റെ മുഖത്ത് എത്ര സന്തോഷമോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയതാണല്ലോ. എന്നിട്ടൊരു കൂസലില്ല, നാണം കെട്ടവൻ. അപ്പോഴേക്കും സിഗ്നൽ മാറിയതുകൊണ്ട് അവൻ ഒട്ടും സമയം കളയാതെ അതെല്ലാം വിട്ട് ബൈക്ക് മുന്നോട്ടെടുത്തു. ആ ബാറിൽ തന്റെ ഭാര്യയുള്ളത് അവൻ അറിഞ്ഞില്ല. അതേസമയം ഗോൾഡൻ ക്ലബ്ബ് ബാറിലെ പ്രൈവറ്റ് മുറിയിൽ പല്ലവി തന്റെ ശക്തിയെല്ലാം ഉപയോഗിച്ച് സോഫയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ അതിൽ പരാജയപ്പെട്ടു. ആ മരുന്നിന്റെ എഫക്റ്റ് അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് മഹേശ്വർ പറഞ്ഞു, എന്റെ പൊന്നെ, നിനക്ക് എഴുന്നേൽക്കണോ? ഞാൻ നിന്നെ സഹായിക്കട്ടെ. നിനക്ക് എവിടേക്കാണ് പോകേണ്ടത്? ഞാൻ കൊണ്ടുപോവാം, വാ. മഹേശ്വറിന്റെ വാക്കുകൾ കേട്ട് പല്ലവിക്ക് വെറുപ്പ് തോന്നി. അയാൾ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ എഴുന്നേൽക്കാൻ സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ വെറുപ്പോടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു, എന്നെ വിടൂ, എന്നെ തുടരുത്, മാറി നിൽക്ക്. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എങ്ങനെ രക്ഷപ്പെടും എന്ന് ആലോചിക്കുന്നതിനിടയിലാണ് അവൾ ടേബിളിൽ ഒരു കുപ്പി വെച്ചിരിക്കുന്നത് കണ്ടത്. പല്ലവി കൈ നീട്ടിക്കൊണ്ട് കുപ്പിയിൽ ബലമായി പിടിച്ചു. അവൾ എന്താണ് ചെയ്യുന്നത് എന്ന് മഹേശ്വറിന് മനസ്സിലാവുമ്പോഴേക്കും അവൾ ആ കുപ്പി അവന്റെ തലയിലേക്ക് അടിച്ചു. അവന്റെ തലയിൽ നിന്ന് മുഖത്തു നിന്നും രക്തം വരാൻ തുടങ്ങി. വേദന കൊണ്ട് പുളഞ്ഞ മഹേശ്വർ പല്ലവിയെ വിട്ടു. നീ നീ നിന്നെ ഞാൻ കാണിച്ചു തരാം. ഈ മഹേശ്വർ ആരാണെന്ന് നിനക്കറിയില്ല. അയാൾ ദേഷ്യത്തോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അയാളുടെ കണ്ണുകൾ അടയുന്നുണ്ടായിരുന്നു. ഈ അവസരം മുതലെടുത്ത് പല്ലവി കട്ടിലിന്റെ പിന്നിൽ പോയി ഒളിച്ചിരുന്നു. ആ മരുന്നിന്റെ എഫക്റ്റ് കാരണം അവൾക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. അവൾ ആലോചിച്ചു, സതീഷ് എന്ത് മരുന്നാണ് തന്നത് എന്നറിയില്ല. തലവേദന കൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഈ നീജന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായാൽ ആ സതീഷിനെ പോയി കണ്ട് ഇതിന് പകരം വീട്ടിയിരിക്കും. അവൻ ഇത്രയ്ക്ക് തരം താഴും എന്ന് പ്രതീക്ഷിച്ചില്ല. പല്ലവി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. നേരത്തെ പല്ലവി കുപ്പികൊണ്ട് മഹേശ്വരനെ അടിക്കുന്ന ശബ്ദം കേട്ട് അയാളുടെ ആളുകൾ ഓടി വന്നതായിരുന്നു അത്. അവരുടെ ബോസിനെ അങ്ങനൊരവസ്ഥയിൽ കണ്ട് അവർ ചോദിച്ചു, ബോസ്, എന്താണ് സംഭവിച്ചത്? നന്നായി രക്തം പോകുന്നുണ്ടല്ലോ. അപ്പോൾ മഹേശ്വർ മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു, ആ നാശം പിടിച്ചവളുടെ പണിയാണ്. സാരമില്ല, ഇതൊരു ചെറിയ മുറിവാണ്. പക്ഷെ അവളെ ഞാൻ വെറുതെ വിടില്ല. എവിടെ അവൾ? അതും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. പല്ലവിയെ അവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അയാൾ പരിഭ്രമത്തോടെ അയാളുടെ ആളുകളോട് ചോദിച്ചു, അവളെവിടെ? എങ്ങോട്ടേക്കാണ് പോയത്? പോയി ആ പെണ്ണിനെ കണ്ടുപിടിക്കൂ. അവൾ ഓടിപ്പോയാൽ വലിയ പ്രശ്നമാവും, വേഗം. മഹേശ്വർ പറഞ്ഞു തീരുന്നതിന് മുൻപ് അയാളുടെ ആളുകൾ അവിടെയെല്ലാം പല്ലവിയെ തിരയാൻ തുടങ്ങി. ഒരാൾ അവിടെ തന്നെ നിന്ന് മഹേശ്വറിന്റെ മുറിവ് വൃത്തിയാക്കാൻ തുടങ്ങി. അതിനിടയിൽ മഹേശ്വർ പറഞ്ഞുകൊണ്ടിരുന്നു, ആ പല്ലവി എവിടേക്കാണ് ഓടിപ്പോയത്? ഇത്രയധികം ആളുകളെ വെട്ടിച്ച് അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അപ്പോഴേക്കും പല്ലവിയുടെ ബോധം പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. എങ്കിലും അവരുടെ കയ്യിൽ അകപ്പെടരുത് എന്നാഗ്രഹമുള്ളതുകൊണ്ട് അവൾ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ആലോചിച്ചു, എന്റെ ഫോണും പേഴ്സും എവിടെ? ഫോണിൽ വിളിച്ച് അബിയെ അറിയിക്കണമല്ലോ. അവന് മാത്രമേ ഇപ്പോൾ ഇവിടെ വന്നെന്നെ രക്ഷിക്കാൻ സാധിക്കൂ. അവൾ ഒന്നുകൂടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ടേബിളിന്റെ നടുവിൽ അവളുടെ പേഴ്സ് ഇരിക്കുന്നത് കണ്ടു. ആ മുറിയിൽ മഹേശ്വറും അയാളുടെ ആളുകളുമുള്ളത് അവൾ കണ്ടു. അവരുടെ കണ്ണു വെട്ടിച്ച് എങ്ങനെയെങ്കിലും ആ പേഴ്സിൽ നിന്ന് ഫോൺ എടുക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. അവൾ ആലോചിച്ചു, അവരിവിടേക്ക് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. മുറിയിലും കുറച്ച് ഇരുട്ടുള്ളതുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് നോക്കാം. ഏതു നിമിഷവും ബോധം നഷ്ടപ്പെടും എന്ന രീതിയിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അവൾ പേടിച്ച് മെല്ലെ സോഫയുടെ പിറകിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവൾ മുട്ടുകുത്തി മുന്നോട്ട് നടന്നു. പെട്ടെന്ന് മഹേശ്വർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. അപ്പോൾ അവൾ അവിടെ കുനിഞ്ഞിരുന്നു. പല്ലവിയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. കുറച്ചു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നതിന് ശേഷം അവൾ വീണ്ടും മെല്ലെ മുട്ടുകുത്തി നടന്നു. എന്നിട്ടവൾ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ അവളുടെ ഫോൺ കയ്യിലെടുത്തു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.